വിധി അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് തലവെച്ച് കൊടുക്കാന്ന് പറയുമ്പോഴാണ് എരണക്കെട്ടവന്റെ നടന്നുള്ള പഠിത്തം. എന്റെ പൊന്നപ്പ ഞാൻ ഈ വീടിനകത്ത് കിടന്നെങ്കിലും ഇരുന്ന് പഠിച്ചു കൂടാ. എനിക്ക് അവിടെ നിന്നിട്ട് കോൺസെൻട്രേഷൻ കിട്ടണല്ലോ. അതാണ് എന്ത് കോൺസെൻട്രേഷൻ കിട്ടണം? നിന്നെ കൊണ്ട് എനിക്ക് കിട്ടണ്ട. അത് എനിക്കൊന്ന് പഠിക്കണ്ടേ, അതാണ്. നിന്നെ എത്ര നാളായടാ നിന്റെ പഠിത്തം ഞാൻ കണ്ടു? നാളെ ഒരു ടെസ്റ്റ് ഉള്ളതാണെന്ന്. നിനക്ക് എത്രാമത്തെ ടെസ്റ്റ് ടൈപ്പ് എഴുതണത്? 36. നിനക്ക് എത്ര വയസ്സായടാ? 26. എനിക്ക് എത്ര വയസ്സായടാ? 56. ഇനി എത്ര നാൾ വേണോടാ നീ ഒരു ജോലിക്ക് പോകാൻ? ഒരു 10 വർഷം തന്നാ മതി. അപ്പൊ ഞാൻ കുടിയിലേക്ക് എടുക്കണ കണ്ടിട്ട് എന്റെ 7 അടിയന്ത്രവും കൂടിയിട്ട് വേണം നിനക്ക് ഇവിടെ നിന്ന് പോവാൻ. ഞാനൊരു പഠിച്ച് നല്ല നിലയിലെത്തടാ. നിന്റെ കൂടെ പഠിച്ചവരൊക്കെ UK, കാനഡ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, ആഫ്രിക്കയിലെങ്കിലും പോടാ. എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇന്ത്യയിലെ ജോലി മാത്രം മതി. എനിക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴേ എണ്ണക്കെട്ടവൻ എന്റെ മുമ്പിൽ കിടന്ന് പഠിക്കണം. ഒടുക്കത്തെ ഇംഗ്ലീഷും ഇവനെ പഠിപ്പിക്കാൻ ഞാൻ ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്ന ഒരു BMW മേടിച്ചിട്ട് എനിക്ക് വാടക കൊടുത്താൽ മതിയായിരുന്നു. അവൻ പഠിക്കാൻ വിട്ടെങ്കിൽ അവൻ പഠിച്ചില്ലേ നന്നായിട്ട്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചില്ലേ? +2 ഫുൾ A+ മേടിച്ചില്ലേ? എൻട്രൻസ് എഴുതാൻ പോകും. അവന് എഞ്ചിനീയർ ആണ്. ബിടെക്. എങ്ങനെ? ബിടെക് എഞ്ചിനീയർ ആനായിട്ട് എൻട്രൻസ് എഴുതാൻ പോകും. എഞ്ചിനീയർ അല്ല, അവൻ എഞ്ചിനീയർ ആവും. പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇവന് ചെലവാക്കിയ പൈസ എത്രയെന്ന് നിനക്കറിയാമോ? ഇവൻ രാവും പകൽ ഇവിടെ നിന്ന് ഈ പുട്ടടിച്ച് ഇവൻ ഇങ്ങനെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതട്ടാ നീ. നിങ്ങൾക്ക് വല്ലതും പോകാണ്ടപ്പോ വെറുതെ പഠിക്കണ കൊച്ചിന്റെ നെഞ്ചത്തോട്ട് രാത്രി നിന്റെ ഒടുക്കത്തെ ഇംഗ്ലീഷ്, പകൽ നിന്റെ ഒടുക്കത്തെ ഇംഗ്ലീഷ്. ഏത് നേരം നോക്കിയാലും നീ ബുക്ക്. നീ 36 ടെസ്റ്റ് എഴുതണം. വല്ലതും പാസ്സാവണ്ടാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഇംഗ്ലീഷ് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര ചോർച്ചില്ല. ഇനി ഒന്നും വേണ്ട. ഈ കുടുംബം പോറ്റണം ഞാനാണ്. കേൾക്കണ്ടല്ല. തിങ്കളാഴ്ച ഞാൻ ജോലിക്ക് വന്നിടത്ത് എന്റെ കൂടെ വാർക്കപ്പണിക്ക് നീയും പോരി. എന്റെ ദൈവമേ, നിങ്ങൾ ഇത്ര ദുഷ്ടത്തിൽ പിടിച്ചൊരു തന്തയായി പോയല്ല. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടാവും. പക്ഷേ ഇത്ര പഠിച്ച കൊച്ചിനോട് വാർക്കപ്പണിക്ക് പോകാൻ പറയാനായിട്ട്. വാർക്കപ്പണിക്ക് എന്താടി കുഴപ്പം? സാധാരണക്കാരൻ ജീവിക്കണത് വാർക്കപ്പണി കൊണ്ടല്ലേ. അതുകൊണ്ട് നീ തിങ്കളാഴ്ച എന്റെ കൂടെ വാർക്കപ്പണിക്ക് വന്നിച്ചാൽ മതി. സമ്മതിക്കത്തില്ല. എന്റെ കൊച്ചിനെ വാർക്കപ്പണിക്ക് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? എന്താ കാര്യം? ഒന്നാമത് അറിയാൻ മേലാത്ത പണി. ഈ അറിയാൻ മേലാത്ത പണി ചെയ്ത് ഇവൻ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാ ഇവനെ ആര് നോക്കും? പുതിയതായിട്ട് എന്നെ സഹായിക്കാൻ പറഞ്ഞ ബംഗാളി പയ്യൻ MBBS കാരനാണ്. അവൻ നോക്കിക്കോളൂ ഇവന്റെ കാര്യം.